ഈശ്വരൻ്റെ കൂട്ടുമന്ത്രിസഭയൊന്നുമല്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈശ്വരന് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയില്ല. അദ്ദേഹത്തിന് എവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ. ത്വം തു ഭാഗവതേഷ്വഹം കിം പുരുഷാണാം ഹനുമാൻ. കിം പുരുഷന്മാരിൽ വെച്ച് ഹനുമാനാണ് ഞാൻ. എവിടെയാണ് ഈ കിംപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? കിന്നരന്മാർ എന്നൊരു കൂട്ടം. അവർക്ക് കുത്സിത പുരുഷന്മാരെയാണ് കിംപുരുഷന്മാർ എന്ന് പറയുന്നത്. ആരാ അത്? പകുതി ശരീരം കുതിരയെ പോലെയും പകുതി ശരീരം മനുഷ്യനും. അത് മുകളിലാവാം കുതിര, ചോട്ടിലാവാം കുതിര, അങ്ങനെയുള്ളവരുണ്ടത്രേ. നമ്മുടെ പുരാണം പറയുന്നതാണത്. ഏതാണ്ട് ഇവരെ തന്നെയാണ് കിംപുരുഷന്മാരെന്നും പറയുന്നത്. എന്നാൽ മറിച്ച് പറയുന്നുണ്ട്. മനുവംശത്തിൽപ്പെട്ട അഗ്നിധരന് പൂർവചിത്തി എന്ന് പറയുന്ന അപ്സരസിൽ 9 മക്കളുണ്ടായി. ആ 9 മക്കളിൽ രണ്ടാമത്തെ പുത്രന് പേര് കിംപുരുഷനാണ്. ആ കിംപുരുഷൻ ഭരിച്ചിരുന്ന പ്രദേശത്തെയാണ് കിംപുരുഷം എന്ന് പറയുന്നത്. ആ കിംപുരുഷത്തിലുള്ളവരെയൊക്കെ കിംപുരുഷന്മാർ എന്ന് പറയാറുണ്ട്. അവിടെയാണ് ഹനുമാൻ രാമഭജനം ചെയ്ത് അവസാന കാലം കഴിച്ചുകൂട്ടിയത് എന്നാണ് ഐതിഹ്യമൊന്ന്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇങ്ങനെയുള്ള പല വർണ്ണനകളും വിവരണങ്ങളും നൽകുന്നത് എന്തിനാ? ഒന്നാമത് മനുഷ്യരെ കൊണ്ട് ആലോചിക്കാൻ. നിങ്ങൾക്കൊക്കെ വയസ്സാവുമ്പോൾ നമ്മുടെ സ്മരണ, ഓർമ്മശക്തി കുറയാറുണ്ട്. എന്താ ഈ കുറയണത്? ഓർമ്മ വയ്ക്കാനൊന്നുമില്ല. നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ വായിച്ച് ഓർമ്മ വെച്ച് നോക്കൂ. കിംപുരുഷൻ എന്നൊരു ശബ്ദം കണ്ടു, അതിന് അർത്ഥം കിട്ടിയില്ല. അർത്ഥം കിട്ടാവുന്ന വല്ല ഡിക്ഷണറിയോ എൻസൈക്ലോപീഡിയയോ ഒന്ന് തിരഞ്ഞു നോക്കുക. ഓരോന്നും നോക്കി കണ്ടുപിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ മുള്ളും മുഷ്കും പറയേണ്ട സന്ദർഭങ്ങളൊക്കെ കുറയും. വേണ്ട കാര്യങ്ങളുണ്ട് പുരാണത്തിൽ ഗ്രഹിക്കാനും പഠിക്കാനും. മനുഷ്യർ പലതരത്തിലാണ്. മൊങ്കോളിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട് ഇവിടെ. സാധാരണ മനുഷ്യരെ പോലെയല്ല. ആഫ്രിക്കയിൽ വേറൊരു തരം. അതുമാതിരി അവർ പറയുക പകുതി കുതിരയും പകുതി മനുഷ്യനും ആയിട്ടുള്ളവരും ഉണ്ടാവാം അവിടെ. എന്താ അതിന് വിരോധം? പലതും ഉണ്ടാവാം. ഇപ്പം പല എക്സ്പെരിമെൻറ്റും നടന്നുകൊണ്ടിരിക്കുക. ഈ എക്സ്പെരിമെൻറ്റിൽ മനുഷ്യനും മൃഗവും കൂടിയിട്ടൊന്നും ആയിക്കൂടെ എന്ന് വിചാരിച്ച് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ രണ്ടിനെയും കൂട്ടിച്ചേർത്തുണ്ടാക്കിയാലോ? ഈ പോളിനേഷൻ നടത്തി ഈ പുഷ്പങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടല്ലോ. അതേമാതിരി ഇപ്പോൾ മനുഷ്യരിലും മാറ്റം വരുത്തുകയാണെങ്കിൽ പ്രകൃതി എന്തിനും ശക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടാവാം എന്നുള്ളൊരു ഭാവന പറഞ്ഞ് മനസ്സിലാക്കി തരിക. വാസുദേവോ ഭഗവതാം ത്വന്തു ഭാഗവതേഷ്വഹം കിം പുരുഷാണാം ഹനുമാൻ വിദ്യാധ്രാണാം സുദർശന. വിദ്യാധരന്മാരിൽ വെച്ച് വളരെ പ്രശസ്തനായിരിക്കുന്ന സുദർശനനാണ് ഞാൻ. രത്നാനാം പത്മരാഗോസ്മി പത്മകോശഃ സുപേശസാം കുശോസ്മി ദർഭജാതീനാം ഗവ്യമാജ്യം ഹവിഷ്വഹം. രത്നാനാം പത്മരാഗോസ്മി. രത്നങ്ങളിൽ വെച്ച് പത്മരാഗമാണ് ഞാൻ. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് വൈരഭ്രമ. ഇപ്പം ഞാനിത് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗവതന്മാരെത്ര ഉണ്ടാവും? നിങ്ങൾ വൈരമാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതോ ഭാഗവതം കൃഷ്ണൻ പറയുന്ന പത്മരാഗമോ? എത്ര ആളുടെ കയ്യിൽ പത്മരാഗ മോതിരമുണ്ട്? ഒരൊറ്റ ആൾക്ക് അത് വേണ്ട, നേരെയാവില്ല. നിങ്ങൾക്ക് ആവശ്യം വൈരാണ്. ഇന്നാള് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് മുമ്പും പറയുണ്ടായി, ഒരു രത്നമാല, ഒരു മാല സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. അതിൽ അപ്പടി രത്ന പതിച്ചിരിക്കണം. എന്ത് രത്നം? ഡയമണ്ട്. അത് പത്മരാഗത്തിൻ്റെ ഒരു അംശം അവിടെ ഇല്ല കേട്ടോ. ഒക്കെ ഭാഗവതന്മാരാ. അപ്പോൾ ഭഗവാൻ പറയണത് കേൾക്കാൻ നമ്മളാരും തയ്യാറില്ല. എനിക്ക് ഭഗവാനെ വേണം. എന്തിന്? എൻ്റെ കാര്യം നടക്കാൻ. എൻ്റെ കാര്യത്തിന് വിപരീതം പറയുന്ന ഒരു ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാനെ ആർക്കും വേണ്ട. രത്നാനാം പത്മരാഗോസ്മി. റൂബി എന്നാണ് ഈ പത്മരാഗത്തിന് പറയുക ഇംഗ്ലീഷിൽ. പത്മകോശ സുപേശസാം. സുന്ദര വസ്തുക്കളിൽ വെച്ച് താമര മൊട്ടാണ് ഞാൻ. നമ്മളോ താമരയുടെ എതൾ മാത്രമേ എടുക്കുള്ളൂ, മറ്റത് വലിച്ചങ്ങോട്ട് കറിയാറുള്ളത്. ഒരാളും അതിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗമൊന്ന് ചൂടാനോ അർച്ചന ചെയ്യാനോ എടുക്കാറില്ല. അപ്പം നമ്മുടെ അടുത്ത് കൃഷ്ണൻ പോലും പറഞ്ഞ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കൃഷ്ണഭക്തന്മാരുടെ പെരുമാറ്റം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ പുഷ്പങ്ങളുടെയും ഉള്ളിലുള്ളത് കളയാറുള്ളത്. ആ പുഷ്പത്തിനുള്ള സൗന്ദര്യം അതിലെന്തിട്ടോ അത് മുഴുവനും ഉള്ളപ്പോഴാണ്. പക്ഷേ നമ്മൾ ആ എതൾ വിടിയിച്ച് അതിൻ്റെ ഉള്ളിലുള്ളത് ഭംഗിയായിട്ടുള്ളത്, ഇപ്പോൾ ചെമ്പരത്തി പൂവാണെങ്കിൽ എത്ര നന്നായി മാർദ്ദവത്തോടു കൂടി തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഇതെങ്ങനെ? നമുക്ക് അതിൻ്റെ എതളേ വേണ്ടു. പറ്റിയ അതിൻ്റെ മൂടൊന്ന് മുറിക്കുകയും ചെയ്യും.
ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമ്പ്രദായങ്ങൾ. എന്താ അതിന് കുഴപ്പം? സോഫ്റ്റായിരിക്കണം, വൃത്തികേട് ഉണ്ടാവുകരുത്, അത്രമാത്രം പോരെയപ്പാ. അതിനെ എല്ലുമല്ല കോലുമല്ല എന്നാക്കി തീർക്കേണ്ട ആവശ്യമുണ്ടോ? പത്മകോശസുപേശസാം, സുന്ദര വസ്തുക്കളിൽ വെച്ച് താമരയുടെ മൊട്ടാണ്. കുശോസ്മി ദർഭജാതീനാം, ദർഭയുടെ വർഗത്തിൽ പലതുമുണ്ട്, അതിൽ കുശ എന്ന് പറയുന്ന പുല്ലാണ് ഞാൻ. ഗവ്യമാജ്യം ഹവിശ്വഹം, അഗ്നിയിൽ ഹോമിക്കാൻ പല ഹോമദ്രവ്യങ്ങളുമുണ്ട്. പക്ഷേ ആ ഹോമദ്രവ്യങ്ങളൊക്കെ ഉണ്ടായാലും അവിടെ എന്താണിതിന് പറയുക? ഹോമകുണ്ഡം. ഹോമകുണ്ഡം ആവണത് എപ്പോഴാണ്? അവിടെ ജ്വലിക്കുന്ന അഗ്നി ഉള്ളപ്പോഴാണ്. അഗ്നി ജ്വലിക്കണമെങ്കിൽ അവിടെ എന്തു വേണം? നെയ്യാണ് ആവശ്യം. വിറകും കൂടി പെട്ടെന്ന് കത്തി നല്ലപോലെ കത്തി പുകയുണ്ടായില്ല എന്ന് വരില്ല, പുകയുണ്ടാവും. നെയ്യ് കത്തുമ്പോൾ അതിലവിടെ പുകയുണ്ടാവില്ല. ഒരു ക്ഷേത്രത്തിൽ കത്തിക്കുന്നത് നെയ്വിളക്കാണ് പ്രധാനം. നമ്മുടെ ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമുണ്ട് വ്യാസഗിരി വടക്കാഞ്ചേരിക്കടുത്ത്. ആ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ് ബുദ്ധിമാന്ദ്യത്തിനുള്ള പ്രതിവിധി ഒരു നിലയ്ക്ക്, പിന്നെ ബുദ്ധിശക്തി, പ്രതിഭ, ധിഷണ, ദക്ഷിണ എന്നൊക്കെ പറയുന്നതായ യോഗ്യതകൾ വരാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണത്. അവിടെ നെയ്വിളക്കാണ് കത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു പുകയും അവിടെ ഉണ്ടാവില്ല. ഏറ്റവും വിശേഷം, ഞങ്ങൾ ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നു. അവിടെ എണ്ണ കത്തിക്കുമ്പോൾ കണ്ടമാനം പുകയുണ്ടാവും. ഞാൻ അവിടെ മേടയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു 10, 12, 15 വിളക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അത് പുകയില്ലാതെ കത്തിക്കാൻ ചിലപ്പോൾ കത്തിക്കുന്നവർ പൂജാരിമാർ ശ്രദ്ധിച്ചു എന്ന് വരില്ല, ചിലപ്പോൾ കാറ്റും ഉണ്ടാവും. ഇത് നല്ലോണം കത്തിക്കണം. ആ പുക ഇങ്ങനെ വന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, തൊണ്ടയിൽ ചെന്നിട്ട് പിടിക്കുക. അപ്പോൾ നെയ്വിളക്കാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കത്തിക്കണേ. ഒരു സമയത്ത് പറഞ്ഞു അവിടെ നെയ്വിളക്ക് കത്തിക്കണം എന്നാണ് ഉദ്ദേശം. ചിലരൊക്കെ നെയ്വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സമർപ്പണങ്ങൾ തരും. അപ്പോൾ ഏറ്റവും ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയുക ഗവ്യമാജ്യം ഹവിശ്വഹം, ഹോമദ്രവ്യങ്ങളിൽ വെച്ച് പശുവിൻ്റെ നെയ്യാണ് ഞാൻ. അതാണ് പശുവിനോട് നമുക്കൊരു ബന്ധം. പശുക്കളെ വളർത്തുക, ആ പശുവിൻ പാൽ കുട്ടികൾക്ക് കൊടുക്കുക. അതിൽ മഞ്ഞ നിറത്തിലുള്ള നെയ്യുണ്ടല്ലോ, എല്ലാവരും പറയണത് അതിൻ്റെ സ്വർണത്തിൻ്റെ അംശമുണ്ടെന്നാണ്. അതാണത്രേ അതിന് ഈ മഞ്ഞ നിറം. എരുമപ്പാലിലും എരുമ നെയ്യിനും ആ മഞ്ഞ നിറം ഉണ്ടാവില്ല, പശുവിൻ നെയ്യിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പശുക്കളിലും വെച്ച് കറുത്ത പശുവാണ് ഏറ്റവും വിശേഷം. അകിടും മൊലയും കൂടി കറുത്തിരുന്ന ഏറ്റവും വിശേഷമായി എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. ചിലപ്പോൾ ഈ ധാരണകൾ ഒന്ന് പുതുക്കേണ്ടി വരും. ഇന്നിപ്പോൾ ജേഴ്സിയായി, സിന്ധിയായി, സ്വിസ് ബ്രൗണായി, പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടല്ലോ. അതോടൊക്കെ തുലനം ചെയ്ത് നോക്കുമ്പോൾ കറുത്ത പശു തന്നെയാണോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഗവ്യമാജ്യം ഹവിശ്വഹം, വ്യവസായിനാം അഹം ലക്ഷ്മീ, കിതവാനാം ഛലഗ്രഹ, തിദിക്ഷാസ്മി തിദിക്ഷൂണാം, സത്വം സത്വവതാമഹം. അവിടുന്ന് അങ്ങോട്ട് പലതിനെയും പരാമർശിക്കുന്നു കൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു വ്യാമോഹം എന്താണെന്നറിയോ? എന്താ ഈ ലോകം ഇങ്ങനെ ഇരിക്കണേന്ന്. എങ്ങനെ ഇരിക്കണേ? എന്താ നിങ്ങളുടെ കുഴപ്പം? ഇതിൽ കുറേയൊക്കെ തിന്മയുണ്ട്. എവിടെയാണ് ഈ തിന്മ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അഴിമതി എവിടെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്? ഭരണത്തിൽ. ഭരണക്കാരെത്ര പേരുണ്ട്? ഇന്ത്യയിലത്തെ ജനങ്ങൾ എത്രയാ? ഒരു 120 കോടി ജനങ്ങളുണ്ട് അവിടെ. അതിൽ മന്ത്രിമാരും ഭരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരും കൂടി ഞാൻ പലപ്പോഴും കണക്ക് പറയുന്നത് പോലെ 6000 ഉദ്യോഗസ്ഥന്മാരും 900 തിരഞ്ഞെടുത്ത പ്രതിനിധികളുമാണ് ഇവർ. ഇവരുടെ അഴിമതിയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇവർ എങ്ങനെയാണ് അഴിമതി ചെയ്യണത്? പെറ്റുവളർന്നത് എവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിൽ. ആ കുടുംബങ്ങളിൽ പെറ്റുവളർന്ന് അവർ മുതിർന്നിട്ടാണ് പരീക്ഷയ്ക്ക് പോയും മറ്റു പ്രകാരത്തിലും തെരഞ്ഞെടുപ്പിന് നിന്നും അവർ വരുന്നത്. അപ്പോൾ ഇവരുടെ അഴിമതിയുടെ ഉദ്ഭവം എവിടുന്നാ? പാർലമെൻറ്റിൽ നിന്നും അസംബ്ലിയിൽ നിന്നുമാണോ? അല്ലല്ലോ, നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ അഴിമതിക്കാർ പുറപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഈ അഴിമതിക്ക് നമ്മൾ പാത്രക്കാരല്ലേ? എന്തുകൊണ്ട് നമുക്കത് ഇല്ലാതെയാക്കാൻ പറ്റുന്നില്ല? ലോകം അങ്ങനെയാ, നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ശിഷ്ടതയുണ്ടെങ്കിൽ ആ ശിഷ്ടതയെ ചൂണ്ടിക്കാണിക്കാനും അതിൻ്റെ മുൻതൂക്കം അറിയിപ്പിക്കാനും വേണ്ടി ശിഷ്ടത വേണം. സാധാരണ 2 തട്ടുള്ള ഒരു ബാലൻസിൽ ഒരു തട്ടായിട്ട് ബാലൻസ് ഉണ്ടാവില്ല. ഇപ്പുറത്ത് ഭാരം വെച്ചാൽ ആ ഭാരത്തിന് തത്തുല്യമായി സാമാനം വെച്ചിട്ട് അങ്ങനെ നിർത്തണം. അതുപോലെ ശിഷ്ടത അറിയപ്പെടണമെങ്കിൽ അപ്പുറത്ത് ദുഷ്ടത വേണം. നമ്മുടെ മുഖം നമുക്ക് കാണണമെങ്കിൽ കാണിച്ചു തരുന്നതായ ഒരു കണ്ണാടി അവിടെ വേണം.
അപ്പുറത്ത് വേറെ ഒരാളെ ഉണ്ടാക്കിയിട്ടേ ഇങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് വ്യവസായിനാം അഹം ലക്ഷ്മീ. ആലോചിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി, പൗരുഷത്തോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി, നല്ല കേന്ദ്രീകൃതമായ ശ്രദ്ധ വ്യഗ്രതയോടുകൂടി പ്രവർത്തിച്ച് ആ പ്രവൃത്തിയിൽ നേട്ടം സമ്പാദിച്ച് ഐശ്വര്യവത്തായിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ലക്ഷ്മി, അതാണ് ഞാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യൻ്റെ ഗുണങ്ങളെയും പരിശ്രമങ്ങളെയും പറ്റിയാണ് പറയുന്നത്. വ്യവസായിനാം അഹം ലക്ഷ്മീ. വ്യവസായം എന്ന് പറഞ്ഞാൽ വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയസ്വഭാവത്തോടു കൂടിയ ബുദ്ധി. ഒരു കാര്യം തീരുമാനിച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക, എന്നിട്ട് ആ തീരുമാനം നടപ്പിലാക്കണം എന്ന് ഉറപ്പിച്ചാൽ നടപ്പിലാക്കുക. ഈ ലോകത്തിൽ എന്ത് നേടിയെടുക്കണമെങ്കിൽ അതിന് ഉചിതമായിരിക്കുന്ന ഒരു പ്രയത്നം വേണം. ആ പ്രയത്നത്തിൽ നമുക്ക് അശ്രദ്ധയുണ്ടായാൽ പറ്റില്ല. നല്ല ശ്രദ്ധ വേണം. കേന്ദ്രീകൃതമായ ശ്രദ്ധയും പ്രവർത്തനവും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ആർക്കാണോ ഈ ഗുണങ്ങളുള്ളത്, ആ ഗുണങ്ങളുള്ളവരിൽ ആണ് മേന്മ, നേട്ടമുണ്ടാവുക. ആ നേട്ടം ഞാനാണെന്ന് പറയുക. നല്ല കാര്യത്തിന് ചൂണ്ടിക്കാട്ടി. ഇനി പൊല്ലാത്തതിന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താ അദ്ദേഹം പറയണത്? കിതവാനാം ഛലഗ്രഹ. കിതവന്മാർ എന്ന് പറഞ്ഞാൽ വഞ്ചകന്മാർ. ആ വഞ്ചകന്മാരിൽ ചൂതുകളിയാണ്. ആ വഞ്ചകന്മാർ പോലും വഞ്ചിക്കുന്നതാണ് ചൂതുകളി. ആ ചൂതുകളിയും ഞാനാ. പാണ്ഡവന്മാരെ കാട്ടിലേക്ക് ഓടിച്ചത് ആരാ? ശകുനി. ശകുനി കള്ളച്ചൂത് കളിച്ചോ ശരിക്കുള്ള ചൂത് കളിച്ചോ? കള്ളച്ചൂത് കളിച്ചു. വാസ്തവത്തിൽ വിളിച്ചത് ദുര്യോധന. ദുര്യോധനും യുധിഷ്ഠിരനുമായിട്ട് വേണം വാസ്തവത്തിൽ കളിക്കാൻ. യുധിഷ്ഠിരന് ചൂതുകളിയിൽ ഇത്തിരി അത്യാർത്ഥിയുള്ള ആളാണ്. ആരെങ്കിലും വിളിച്ചാൽ അത് മടങ്ങാൻ പറ്റില്ല. ഒരു വ്യാമോഹമുണ്ട്. അതാണ് അദ്ദേഹത്തിനെ കേടുവരുത്തിയത്. അപ്പം അതിന് സമ്മതിച്ചു. എന്തായാലും കളിക്കാം എന്ന് പറഞ്ഞിട്ട് പുറപ്പെടേ. ആ കള്ളച്ചൂതിൽ തോൽപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ട് ലോകത്തിൽ നിന്ന്. ഞാൻ എന്താ പറഞ്ഞേ? ഇവിടെ ശിഷ്ടതയും ദുഷ്ടതയും ഒരുമിച്ച് സഹവർത്തികളായി കഴിയുന്നതാണ്. ഒരു മൂവ്മെൻറ്റിന് ഫ്രിക്ഷൻ എങ്ങനെയോ നമുക്ക് നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ എങ്ങനെയോ, ഇല്ലാത്തൊരു പ്രതിബിംബത്തെയാണ് കണ്ണാടിയിൽ നാം നോക്കുന്നത്. പക്ഷേ ആ ഇല്ലാത്ത പ്രതിബിംബത്തിന് നോക്കിയിട്ടേ നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മുഖം വാസ്തവത്തിൽ ഉള്ളതാണെന്ന് വയ്ക്കുക. അതിന് ഇല്ലാത്തൊരു പൊയ്മുഖത്തെയാണ് നമ്മൾ നോക്കി കാണുന്നത്. അതൊരാവശ്യമായി തീരുക. അതുപോലെ കിതവാനാം ഛലഗ്രഹ. പഴയ കാലം മുതൽക്ക് തന്നെ നിങ്ങൾക്കറിയാം, എത്രയൊക്കെ നന്മയുണ്ടോ ആ നന്മയ്ക്കനുസരിച്ച് കുറേ തിന്മയും ഉണ്ടാവും. ഒരേ കുടുംബത്തിലാണ് 4 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾ വളരെ നന്നാവും, അല്ലെങ്കിൽ 3. നാലാമത്തെ ഒരാൾ നുണയനും വഞ്ചകനും ആവും. ഈ അച്ഛനും അമ്മയും എന്താ ചെയ്യുക? ഈ അച്ഛനും അമ്മയും വാസ്തവത്തിൽ ആരാ? അവർ ജന്മം നൽകി എന്ന് പറയാനും കൂടി പറ്റില്ല. ഈ ഗർഭാധാനം, ജനനം, മരണം ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. ഇപ്പം മരങ്ങൾക്കില്ലേ വിത്തും മുളയും ഒക്കെ, അതേമാതിരി മനുഷ്യൻ്റെ വിത്തും മുളയ്ക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ്റെ വിത്തിനെ തന്നെ രൂപപ്പെടുത്തിയത് ആരാ? പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ ഘടനയെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. തിതിക്ഷാസ്മി തിതിക്ഷൂണാം സത്വം സത്വവതാമഹം. അതേമാതിരി സഹനശക്തി ധാരാളമുള്ളവരുണ്ട്. കുന്തിദേവി എന്താ പറഞ്ഞത്? എന്തൊക്കെ ആയാലും കൃഷ്ണ, എനിക്ക് ദുഃഖം മേൽക്കുമേൽ തരൂ, മേൽക്കുമേൽ തരൂ. അങ്ങനെ ദുഃഖവും ദുരിതവും വിഷമവും അനുഭവിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെ ഈശ്വരനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് അങ്ങനെയാണ്. അവരുടെ സഹനശക്തി അതാ. സത്വം സത്വമതാമഹം. സത്വാന്മാരായിട്ടുള്ളവരുണ്ട്, സാത്വികന്മാർ. അവരിലുള്ള സത്വഗുണമാണ് ഞാൻ. ഈ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്കേ ഇവിടെ ഐശ്വര്യമുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നിപ്പോൾ ഇവിടെ പല രാജ്യങ്ങളുമുണ്ട്, പല സംസ്ഥാനങ്ങളുമുണ്ട്. ഇവിടെയുള്ള ജനങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, എല്ലാവരും ഒരുപോലെ പ്രവർത്തനശീലമുള്ളവരല്ല. ഇവിടെ മടിയന്മാരുമുണ്ട്. ചിലർക്ക് മടിയാണ് ഇഷ്ടം, ചിലർക്ക് പ്രയത്നിക്കുന്നതാണ് ഇഷ്ടം. ആലസ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഒരു സ്ഥിരം ശത്രുവാണ്. ആലസ്യോ ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാരിപുഹു. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ശത്രുവാണ് ഈ ആലസ്യം. നാസ്തി ഉദ്യമസമോ ബന്ധു കൃത്വായം നാവസീദതി. ഉദ്യമം, പരിശ്രമം എന്നുള്ള ഒന്നുണ്ടല്ലോ, അതേപോലെ ഒരു ഉത്തമ സുഹൃത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ആ സുഹൃത്തിന് നമ്മൾക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും നമുക്ക് വിഷമമുണ്ടാവില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മീ. ഒരു സുഭാഷിതമുണ്ട്. ഉദ്യോഗിനം പുരുഷസിംഹം, വേണ്ടതുപോലെ ഉദ്യമം ചെയ്യുന്നതായ പുരുഷ സിംഹമുണ്ടല്ലോ, ആ സിംഹത്തിൻ്റെ പിന്നാലെയാണ് ലക്ഷ്മി ദേവി വിളിക്കാതെ തന്നെ പോവാന്ന്. വ്യവസായിനാമഹം ലക്ഷ്മീ കിതവാനാം ചലഗ്രഹ തിതിക്ഷാസ്മി തിതിക്ഷൂണാം സത്വം സത്വവതാമഹം. ഓജസ്സഹോ ബലവതാം കർമാഹം വിദ്ധി സാത്വതാം. സാത്വതാം നവമൂർത്തീനാം ആദിമൂർത്തിരഹം പരാ. ഓജസ്സഹോ ബലവതാം കർമാഹം വിദ്ധി സാത്വതാം. ഈ 2-3 വാക്കുകളുണ്ട്. ഓജസ്, സഹം, ബലം. എന്താ ഇതിനൊക്കെ അർത്ഥം? ഓജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള ബലമാണ്. എന്താ ഈ ഇന്ദ്രിയങ്ങൾക്കുള്ള ബലം? കണ്ണിനുള്ള ബലം എന്താ? ആരോഗ്യത്തോടു കൂടി ചെറുതും വലുതുമായ വസ്തുക്കളെയെല്ലാം നല്ല പോലെ കാണാൻ സാധിക്കുന്നതാണ് കണ്ണിൻ്റെ ബലം. അല്ലാണ്ട് കണ്ണിൻ്റെ ബലം മാംസപേശി മാംസപുഷ്ടി എന്നുള്ളതല്ല, സാധനങ്ങൾ എടുക്കാനും മറിക്കാനൊന്നുമല്ല. എത്ര ചെറിയ പദാർത്ഥത്തെയും കടുകിനെ മുറിച്ചുള്ളതും അതിനങ്ങനെ കൊണ്ടു തന്നാൽ കടുകിലും കൂടി തൊലി കളയാൻ പറ്റണം നമുക്ക്. അതാണ് കണ്ണ്. ഈ സ്വർണ്ണപ്പണിക്കാർ വളരെയധികം സൂക്ഷ്മത വേണം അവർക്ക്. ഐ ഡോക്ടേഴ്സിന് അവർക്കും വേണം നല്ല സൂക്ഷ്മത. കുറച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് അവർക്കും വിഷമം വരും. ഇന്നാൾ നമ്മുടെ അടുത്ത് ഒരു ഐ സ്പെഷ്യലിസ്റ്റ് പറയുമായിരുന്നു, ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇത് കൂടി കണ്ട് നോക്കി സ്വാമിജി വയസ്സാവുമ്പോൾ എൻ്റെ കണ്ണിന് വിഷമം വരും. അപ്പോൾ ഓജസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ബലമാണ്. സഹോബലവതാം, സഹം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെ ബലമാണ്. ചിലർക്കൊക്കെ ഇന്ദ്രിയങ്ങൾ നല്ലപോലെ കാണാം കേൾക്കാം ഉണ്ടാവും, മനസ്സിന് ബലമുണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പറഞ്ഞു കേൾക്കുന്നതാ, എന്താ കുഴപ്പം? ഡിപ്രഷൻ. എന്ത് ഡിപ്രഷനാ? ബേ ഓഫ് ബംഗാളിലുള്ള ഡിപ്രഷനല്ല, മനസ്സിനുള്ള ഡിപ്രഷൻ. അപ്പോൾ ആ മനസ്സിന് എപ്പോഴും ഒരു ബലമുണ്ടാവണം. ബലവതാം, ബലവാന്മാരിൽ വെച്ച് ഓജസ്സും സഹവും ഞാനാണ്. കർമാഹം വിദ്ധി സാത്വതാം. സാത്വതന്മാർ എന്ന് വെച്ചാൽ ഭഗവാനോട് ഭക്തി തോന്നി സത്വഗുണശീലത്തോടുകൂടി ഒരാൾക്കും ഉപദ്രവമില്ലാതെ തപസ്സും വ്രതവും അനുഷ്ഠാനവും നിയന്ത്രണവും നിയമനവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർ, നല്ല മനുഷ്യർ. അവരുടെ കർമ്മം പവിത്രമായിരിക്കുന്ന കർമ്മമാണ് ഞാൻ. അതുകൊണ്ടാണ് ലോകത്തിന് അനുഗ്രഹം ഉണ്ടാവുക. സന്യാസിമാരായിരിക്കുന്ന ഞങ്ങൾ തത്വജ്ഞന്മാരുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ചെയ്യാനുള്ളത് ലോകസംഗ്രഹം എന്നാണ് അതിന് പറയുക. എന്താ ഈ ലോകസംഗ്രഹത്തിന് അർത്ഥം? ഉന്മാർഗ പ്രവൃത്തിയിൽ നിന്ന് ലോകത്തെ പിന്തിരിപ്പിച്ച് നല്ല പാതകളിൽ പിടിച്ചു നിർത്തുന്നതാണ് ലോകസംഗ്രഹം. ഞങ്ങൾക്ക് വേറെ ഒന്നും ഈ ലോകത്തിൽ ചെയ്യാനില്ല. ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നു. ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ശക്തി ഉണ്ടാവും. ആ ശക്തി വിനിയോഗം, ചെലവ് ചെയ്യാനാണ്. വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തികൾ എടുക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ എന്താവും? ഇപ്പോൾ എൻ്റെ പ്രവൃത്തി എന്താ? ഞാൻ കാലത്ത് എണീറ്റാൽ രാത്രി കിടന്ന് ഉറങ്ങുന്നത് വരെ 12 മണിയൊക്കെ ആവും. ആ ഉറങ്ങുന്നത് വരെ ചെയ്യുന്നത് എന്താ? ഒന്നുകിൽ കാണാൻ വരുന്നവരോട് സംസാരിക്കും, ഇല്ലെങ്കിൽ എഴുതും. ആ സംസാരത്തിൽ 2 എണ്ണം ഉണ്ട്. വ്യക്തിയമായിട്ട് വന്ന് കാണുമ്പോൾ അവരോട് സംസാരിക്കുക, ഇല്ലെങ്കിൽ ആശ്രമത്തിൽ സത്സംഗം നടത്തുക, അല്ലെങ്കിൽ പുറത്തെങ്ങാനും പോയാൽ അവിടെ തത്വപ്രവചനം ഒരു മേടയിലിരുന്ന് മൈക്ക് കൂടി പറയുക. ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ് എനിക്കുള്ളത്. എഴുത്തുകൾക്ക് മറുപടി അയക്കുക. ഞങ്ങൾ പറയുണ്ടായി, നിങ്ങളുടെ അഡ്രസ്സ് തരൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എഴുത്തയക്കാം. പലരും അഡ്രസ്സ് തന്നു, എഴുത്തയച്ചു. പലരും എനിക്ക് എഴുത്തെഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2000 ചില്ലാനം എഴുത്തയച്ചു കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന എഴുത്തുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾക്കൊരു 20-30 എഴുത്ത് ഇന്ന് നാളെയായിട്ടൊക്കെ അയക്കാനുണ്ടാവും. അപ്പോൾ ഈ എഴുത്തുകളൊക്കെ എഴുതണം, അതിന് സമയം വേണം. അനവധി ഇമെയിൽ വരും, അത് വായിക്കണം, അതിന് ഇമെയിലിൽ മറുപടി കൊടുക്കണം. ഇതൊക്കെ സമയം വേണ്ട കാര്യങ്ങളാണ്. അപ്പം മനുഷ്യരോട് സംസാരിക്കുക, മേടയിൽ കയറി സംസാരിക്കുക, സത്സംഗം നടത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. വേറെ ഒന്നുമില്ല. സംസാരിക്കലും എഴുത്തും. അപ്പം ഈ ചെയ്യുന്നതായ പ്രവൃത്തി ഒരു ഭക്തൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനികളും ഭക്തന്മാരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. ആ ഭക്തന്മാരുടെ കർമ്മമാണ് ഞാൻ. അതാണ് ലോകത്തിന് ഏറ്റവും അധികം നന്മയരുളുന്നതായ പ്രവൃത്തി. ഇവിടെ വ്യാവസായിക ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കർഷകന്മാർ കൃഷി വസ്തുക്കൾ, ധാന്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള സർവീസ് സ്ഥാപനങ്ങളുണ്ട്.
ഇങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കൃഷ്ണന് പ്രത്യേകിച്ചും പറയാനുള്ളത് സാത്വതന്മാരിലുള്ള കർമ്മമാണ് ഞാൻ എന്ന. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരു ഭാഗവതനും ഒരു ഭക്തനും ഒരു തത്വജ്ഞാനിക്കും ഒരു സന്യാസിക്കുമൊക്കെയുള്ള സ്ഥാനം എത്രയാ? അവരുടെ കർമ്മത്തിന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ തുലാസിൽ എത്രത്തോളം തൂക്കമുണ്ടെന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. രക്തബന്ധവും വിവാഹബന്ധവും ഒക്കെ ഒഴിവാക്കി ഭക്തജനബന്ധം, ശിഷ്യബന്ധം മാത്രമായിട്ട് ജീവിക്കുന്ന സന്യാസിമാരും ആചാര്യന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരുടെ ജന്മത്തിന് എന്താണ് പ്രയോജനം, അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഭാഗവതമാണ് മറുപടി പറയുന്നത്. കർമാഹം വിദ്ധി സാത്വതാം. അവരുടെ സാത്വികമായിരിക്കുന്ന കർമ്മമാണ് വാസ്തവത്തിൽ ഈ ഗൃഹസ്ഥന്മാർക്ക്, ഗൃഹസ്ഥവർഗത്തിന് മുഴുവനും നല്ല ഒരു സ്വാധീനം ജനിപ്പിച്ച് അവരുടെ കുടുംബങ്ങളിൽ സത്പുത്രന്മാരും സത്പുത്രിമാരും ഉണ്ടാവാൻ വഴി തെളിയിക്കുന്നത് അവരാണ്. ഗർഭം, ആ ഗർഭാധാനത്തിനുള്ള സമയം വരുമ്പോൾ നിങ്ങളെല്ലാവരും ഓടിച്ചാടി അങ്ങനെ മൃഗങ്ങളുമാതിരിയുള്ള ഗർഭാവരുത്. നിങ്ങൾ അതിനൊരു സമയം നിശ്ചയിക്കൂ. അതിന് മുൻപ് തന്നെ വ്രതത്തോടു കൂടിയിരിക്കൂ. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വ്രതത്തോടു കൂടി പോവാറില്ലേ? പഴനിക്ക് പോകുമ്പോൾ വ്രതത്തോടു കൂടി പോവാറില്ലേ? അതിനേക്കാളൊക്കെ മുഖ്യമാണ് സ്വന്തം കുടുംബത്തെ, തൻ്റെ പത്നിയിൽ ഒരു ഗർഭം നടത്താൻ പോണു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു സന്താനം ഉണ്ടാവും. ആ സന്താനം ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പോവുക. ആ സന്താനത്തിന് വിവാഹം കഴിച്ച് പിന്നെയും സന്താനം എന്ന് പറയുമ്പോൾ പുതിയ ഒരു തലമുറയാണ് നിങ്ങൾ തൊടുത്തിടാൻ പോകുന്നത്. ആ തൊടുത്തുവിടുന്ന തലമുറ നന്നാവണം എന്നുള്ള നിലയ്ക്ക് അതിനൊരു നിഷ്ഠയും ഒരു തപസ്സുമൊക്കെ വേണ്ടേ കൂട്ടരെ? നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിച്ച് ചെയ്തു നോക്കൂ. അപ്പം അതിന് വിലയുണ്ടാവും, മഹിമയുണ്ടാവും. വളരെ വിശേഷമാണ്. നല്ല പോലെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഭക്തന്മാരും ഭാഗവതന്മാരും സന്യാസിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകം നന്നാവട്ടെ നന്നാവട്ടെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ടെലികാസ്റ്റ് നടത്തുന്നുണ്ട്, ഇത് എളുപ്പമൊന്നുമല്ല. എങ്ങനെയാണ് നടത്തുക? ഞാൻ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, മലയാളത്തിലും പറയുന്നുണ്ട്. കയ്യിൽ പറഞ്ഞിട്ട് മാറ്റർ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഇതാ മലേഷ്യക്ക് പോവാണ്, മറ്റന്നാൾ പോവുക, മടങ്ങി വരുമ്പോൾ സെപ്റ്റംബർ 6-ാം തീയതി ആവും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും 15, 20, 30 ദിവസത്തേക്കുള്ള മാറ്റർ ഉണ്ടാക്കിയിട്ട് പോയാൽ തിരിച്ചു വന്നാൽ അത് നടത്താൻ സാധിക്കണം. ഒരു മാസത്തിൽ 7 ദിവസം എനിക്ക് സംസാരിക്കേണ്ടി വരും ക്യാമറയുടെ മുമ്പിലിരുന്ന്. ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ നേരെ ഇരിക്കണം. ഇത് എളുപ്പമാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. എന്താ അത് ചെയ്യുന്നത്? അനവധി ആൾക്കാർ ഈശ്വരൻ്റെ ഈ കാര്യങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ തമാശയായിട്ടും കാര്യമായിട്ടും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പരമകല്യാണ നിധിയായിരിക്കുന്ന ഹരിക്ക് തോന്നരുത് എൻ്റെ വാക്കുകൾ ഭക്തന്മാരെ കേൾപ്പിക്കാനായിട്ട് ആരും പുറപ്പെട്ടില്ലല്ലോ, പരിശ്രമിച്ചില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് നെറ്റി വയർക്കരുത്. അതിനാണ് ഞാൻ പുറപ്പെടുന്നത്. അത് നടത്തണം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. ആ സംസാരിക്കുന്നത് വേണ്ടതുപോലെ സംപ്രേഷണം ചെയ്യാൻ അതിനുള്ള എക്യുപ്മെൻറ്റും സൗകര്യങ്ങളും ഒക്കെ വേണം. ആ സൗകര്യങ്ങൾക്കൊക്കെ ചിലവുണ്ട്. അതിനാണ് ആ സംപ്രേഷണത്തിന് അവർ നമ്മുടെ അടുത്ത് നിന്ന് പൈസ ഈടാക്കുന്നത്. ആരായാലും അവിടെയുള്ള പ്രോഗ്രാമിന് ചിലവുണ്ടല്ലോ. ലക്ഷോപലക്ഷം ജനങ്ങളെ ഒരാൾ സംസാരിച്ചത് ഒരേ സമയത്ത് എല്ലാവർക്കും കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സംവിധാനവും ഇല്ലാതെ പറ്റുമോ? അപ്പോൾ അതിനുള്ള ചിലവ് വരും. അപ്പോൾ ആ ചിലവ് എവിടെ നിന്നുണ്ടാവും അതെനിക്കറിയില്ല. നിങ്ങൾ പ്രേക്ഷകന്മാർ തന്നെ ഇതിൻ്റെ ദൗത്യം ഏറ്റെടുക്കണം. സ്വാമിജി അതിന് കാര്യത്തിൽ യാതൊരു പേടിയും കരുതണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ മുഴുവനും ഉണ്ടായി എന്ന് വരില്ല ഒരു സംപ്രേഷണത്തിന്. ഉള്ളത് ഞങ്ങൾ അയച്ചു തരാം സമർപ്പണമായിട്ട്, ഉപഹാരമായിട്ട്. ഈ മഹാസത്രത്തിൽ പ്രവക്താവ് പ്രവചനം നടത്തുന്നു, പ്രേക്ഷകന്മാർ കേൾക്കുന്നു. അവർക്ക് രണ്ടിനും മധ്യത്തിലാണ് ഈ ചാനലുകാർ വന്ന് കൂടുന്നത്. ആ ചാനൽക്കാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സംപ്രേഷണം വേണ്ടതുപോലെ റെക്കോർഡ് ചെയ്യണം, അവരുടെ ഭാഷയിൽ ഷൂട്ട് ചെയ്യണം, അതിനുള്ള ക്യാമറ ടീമൊക്കെ വേണം. അപ്പോൾ അവർക്ക് വരണം. അവരൊക്കെ കുടുംബസ്ഥരാ, അവർക്ക് ചിലവുണ്ട് ഈ കാര്യത്തിന്. ഈ സാധനങ്ങൾ വിലപിടിച്ചതാ, ലക്ഷക്കണക്കിന് ഉറുപ്പിക വിലപിടിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്യണത്. അത് ഏഷ്യാനെറ്റിലോ മറ്റ് ചാനലിലോ കൊടുത്താലോ അവർ അവിടുന്ന് സംപ്രേഷണം ചെയ്തത് അമേരിക്കയിലും സിംഗപ്പൂരിലും ഗൾഫിലും യൂറോപ്പിലും ലണ്ടനിലും സർവ്വ സ്ഥലത്തേക്കും എത്തണം. ഇത് ഉപായപ്പെട്ട കാര്യമാണ്. ഭഗവാൻ തന്നെ ഇത്ര കരുതിയിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇങ്ങനെ ഒരു ടെലികാസ്റ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമെന്ന് കൃഷ്ണൻ പോലും കണക്കാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നടത്തി വരണം എന്നുണ്ടെങ്കിൽ ഇതിന് ധാരാളം ചിലവ് വരില്ലേ? 10,000 കണക്കിന് ഉറുപ്പിക ചിലവാണ് ഓരോ സംപ്രേഷണത്തിന്. 10,000, 20,000 ഈ കണക്കിനാണ്. അപ്പോൾ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന്. എത്ര ആളാണ് അത് ഒരേ സമയത്ത് കേൾക്കുന്നത്? തുടർച്ചയായിട്ടുള്ള സത്സംഗമാണ്.
കർമാഹം വിദ്ധി സാത്വതാം. അപ്പോൾ സന്യാസിമാരൊക്കെ വെറുതെ ആശ്രമങ്ങളിൽ ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നവരാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ ചുരുങ്ങിയത് 2.5 ആളുടെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. ചുരുങ്ങിയത് 2.5 ആളുടെ ജോലി. ഇപ്പം ചിലരൊക്കെ പറയും, സ്വാമിജിക്ക് വയസ്സെത്രയായി? എനിക്ക് 79ആയി. ഓ, 79ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടല്ലോ എന്നാ. എനിക്ക് ഓടിത്തന്നെ നടക്കണം എന്നാണ് എൻ്റെ വിചാരം. കൃഷ്ണൻ പോയ മാതിരി പോകണമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടപ്പെന്ന് ഫുട്ബോളിൽ നിന്ന് കാറ്റ് പോകണ മാതിരി അങ്ങോട്ട് പോകണം. അതാണ് എൻ്റെ വിചാരം. അല്ല എൻ്റെ കട്ടിലച്ഛനായിട്ടോ കട്ടിലമ്മയായിട്ടോ കിടക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ കർമാഹം വിദ്ധി സാത്വതാം സാത്വതാം നവമൂർത്തീനാം ആദിമൂർത്തിരഹം പരാ. സാത്വതന്മാരായിരിക്കുന്ന 9 മൂർത്തിമാരിൽ ആദിമൂർത്തിയാണ് ഞാൻ. ആരായി ആദിമൂർത്തി? വാസുദേവൻ. ബാക്കിയുള്ള മൂർത്തിമാരാരൊക്കെയാ? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, നാരായണൻ, ഹയഗ്രീവൻ, വരാഹം, നരസിംഹം, വാമനൻ. ഇങ്ങനെ നവമൂർത്തികളാണ്. ആ നവമൂർത്തികളിൽ പ്രഥമനായിരിക്കുന്ന വാസുദേവനാണ് ഞാൻ. നമ്മുടെ സംസ്കാരത്തിൽ എന്തൊക്കെ പെടും? അനാദിയായിരിക്കുന്ന വേദങ്ങൾ, അതിനുശേഷം രാമായണം, മഹാഭാരതം എന്ന് പറയുന്ന 2 ഇതിഹാസങ്ങൾ, പിന്നെയോ 18 പുരാണം, 18 ഉപപുരാണം, ബ്രഹ്മസൂത്രം, അതുമാതിരി പല സൂത്രങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളും മറ്റുമായിട്ട് ധാരാളം ഉണ്ട്. ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐഹികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ മാതിരി ഭാഗവതത്തിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൻ്റെ പല വിധത്തിലുള്ള വർണ്ണനകളും അതിലുണ്ട്. പർവ്വതങ്ങൾ, തടാകങ്ങൾ, വൃക്ഷങ്ങൾ, ലതകൾ, നക്ഷത്രങ്ങൾ. അപ്പം ഐഹികമായി നമുക്ക് ദൃശ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദൃശ്യം പോലെ അദൃശ്യമായ പല കാര്യങ്ങളും കൂടി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദൃശ്യ പ്രതിപാദനത്തിൻ്റെ ഉദ്ദേശം ദൃശ്യജീവിതത്തെ, പ്രത്യക്ഷ ജീവിതത്തെ മംഗളസ്വാധീനങ്ങൾ നൽകി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സങ്കല്പങ്ങളും അവിടെ കാണാം. ഇവിടെ പറയുകയാണ്, വിശ്വാവസു പൂർവചിത്തി ഗന്ധർവാപ്സരസാമഹം ഭൂധരാണാമഹം സ്ഥൈര്യം ഗന്ധമാത്രമഹം ഭുവഃ. എവിടേക്കാണ് കൃഷ്ണൻ പോണത്? അങ്ങയുടെ വിശേഷ പ്രകടനങ്ങൾ, അഭിവ്യക്തികൾ എന്തൊക്കെയുണ്ടോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നൊരൊറ്റ ചോദ്യമാണ്. അതിന് മറുപടി എവിടെയൊക്കെ എത്തി കൃഷ്ണൻ? വിശ്വാവസു പൂർവചിത്തി ഗന്ധർവാപ്സരസാമഹം. ഗന്ധർവന്മാരും അപ്സരസുകളും അവർ 2 പേരിലും ഞാൻ വിശ്വാവസുവും പൂർവചിത്തിയുമാണ്. ഭൂധരാണാം അഹം സ്ഥൈര്യം. പർവ്വതങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥൈര്യം. നമ്മളെപ്പോഴും സ്ഥിരചിത്തതയ്ക്ക് ഉദാഹരണം പറയുന്നത് എന്താ? സമുദ്രത്തിനെയല്ല, സമുദ്രത്തിൻ്റെ ആഴം, ഗാംഭീര്യം എന്ന് പറയും. അചഞ്ചലമായിട്ടുള്ള നില എന്ന് പറഞ്ഞാൽ ഹിമാലയം, മഹാമേരു പർവ്വതം എന്നൊക്കെയാണ് പറയുക. എന്താണ് മനുഷ്യർ പർവ്വതത്തിൽ ചെന്ന് തപസ് ചെയ്യണത്? പർവ്വതത്തിൻ്റെ സ്ഥൈര്യം നമ്മുടെ മനസ്സിനുണ്ടാവാനാണ്. നമുക്ക് ആവശ്യം സ്ഥൈര്യമാണ്. അപ്പോൾ സ്ഥൈര്യം എന്ന് പറയുന്നതിൻ്റെ മൂർത്തിമത് ഭാവമാണ് പർവ്വതങ്ങൾ. ആ പർവ്വത പാർശ്വങ്ങളിൽ ചെന്നിരുന്ന് തപസ് ചെയ്യുമ്പോൾ ആ പർവ്വതം 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 അതിൻ്റെ ദർശനം, അതുമായിട്ടുള്ള സമ്പർക്കം തന്നെത്താനെ നമ്മുടെ മനസ്സിൽ ആ ഗുണമഹിമ ഉണ്ടാക്കിത്തരും. നിങ്ങളെല്ലാം അവിടെ ചെന്ന് ഒന്ന് തപസ് ചെയ്ത് നോക്കൂ. തപസ് ചെയ്തില്ലെങ്കിലും കണ്ടിട്ടെങ്കിലും മടങ്ങി വരും. ശങ്കരാചാര്യർ പറയുന്നുണ്ട് വിവേക ചൂടാമണിയിൽ, ആകാശവല്ലേപവിദൂരഹുവോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംബോധിവത് പാരവിവർജിതോഹം. ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ. ആദിത്യനെ പോലെ സ്വയം പ്രകാശമുള്ളവനാണ് ഞാൻ. എന്നെ പ്രകാശിപ്പിക്കാൻ വേറെ ഒന്നില്ല. അഹാര്യവത്. കേട്ടുവോ പ്രേക്ഷകരെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അഹാര്യവത്, പർവ്വതത്തെ പോലെ. നിത്യവിനിശ്ചലോഹം, നിരന്തരമായി ചലനമില്ലാതെ അചഞ്ചലമായിരിക്കുന്നവനാണ് ഞാൻ. എനിക്ക് ചാഞ്ചല്യമില്ല. നമ്മുടെ ശരീരത്തിൽ ബ്ലഡാണ്, രക്തമാണ് സഞ്ചരിക്കുന്നത്. മനസ്സാണ് ചിന്തകൾ തൊടുത്തുവിടുന്നത്. ബുദ്ധിയാണ് ആലോചിക്കുന്നത്. അഹങ്കാരമാണ് അസർട്ട് ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തൊരു ആത്മതലമുണ്ട്. ആ തലത്തിലാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ.
അംഭോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തെ പോലെ പാരമില്ലാത്തവനാണ്, കരയില്ലാത്തവനാണ്, അതിർത്തിയില്ലാത്തവനാണ് ഞാൻ. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് എങ്ങനെ വരും? ആ ഗുണങ്ങളുള്ളതിനെയൊക്കെ കണ്ടും കേട്ടും സമ്പർക്കം നടത്തിയും അതേമാതിരി ആയിത്തീരണം. ഗന്ധമാത്രമഹം ഭുവഃ. പഞ്ചഭൂതങ്ങൾക്ക് 5 ഗുണങ്ങളാണ്. ഭൂമിക്ക് ഗന്ധം, ജലത്തിന് രസം, വായുവിന് സ്പർശം, അഗ്നിക്കോ നിറം, ആകാശത്തിനോ ശബ്ദം. അപ്പോൾ ഇവിടെ ഭൂമിയിൽ ഗന്ധമാണ് ഞാൻ. അപാം രസശ്ച പരമഃ തേജിഷ്ഠാനാം വിഭാവസു പ്രഭാസൂര്യേന്ദു താരാണാം ശബ്ദോഹം നഭസഃ പരഃ. നിങ്ങൾ ഭഗവാനെ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ ആദ്യം മനുഷ്യൻ്റെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു. മനുഷ്യനിൽ അനിവാര്യമായി പ്രവർത്തിക്കുന്ന ചില ദുർഗുണങ്ങളെപ്പറ്റി പറഞ്ഞു, നല്ല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് നിർജീവമായി നമ്മുടെ ജന്മത്തിനും നിലനിൽപ്പിനും കാരണഭൂതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കടന്നു പിടിച്ച് ആ പഞ്ചഭൂതങ്ങളിലുള്ള ഗുണമഹിമ ഞാനാണെന്ന് പറയുക. അപ്പം നിങ്ങളുടെ ഈശ്വര സങ്കല്പം ഒതുങ്ങിയിരുന്നാൽ മതിയോ, അതോ വികസ്വരമാകണോ? ഞാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു രാമനോ ഒരു കൃഷ്ണനോ ഒരു ചതുർഭുജധാരിയായിരിക്കുന്ന ഒരു മഹാവിഷ്ണുവോ അതോ തൃശൂലധാരിയായിരിക്കുന്ന ശിവനോ അതോ സരസ്വതിയുടെ കൂടെയുള്ള ബ്രഹ്മാവോ മാത്രമായാൽ പറ്റുമോ? പറ്റില്ല. ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിങ്ങനെ വികസ്വരം, വികസിച്ച് 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 ചോട്ടിലും മുകളിലും വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും ഉള്ളിലും പുറത്തും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷമായി തീരണം. അപാം രസശ്ച പരമഃ. വെള്ളത്തിലുള്ള പരമരസമാണ് ഞാൻ. തേജിഷ്ഠാനാം വിഭാവസുഹു. തേജിഷ്ഠങ്ങളിൽ വെച്ച്, തേജസ്സുള്ളതിൽ വെച്ച് അഗ്നിയാണ് ഞാൻ. പ്രഭാസൂര്യേന്ദ്രു താരാണാം. സൂര്യനും നക്ഷത്രത്തിനും ചന്ദ്രനുമൊക്കെയുള്ള പ്രഭയാണ് ഞാൻ. എന്താ ഈ 2 പ്രഭയ്ക്കും തമ്മിലുള്ള വ്യത്യാസം? സൂര്യന് പ്രകാശമുള്ളതുപോലെ കൂടുതൽ ചൂടാണ്. എന്നാൽ ചന്ദ്രൻ, നക്ഷത്രൻ മുതലായിട്ടുള്ളവർക്കോ അങ്ങനെ അല്ലേനും തണുത്തതാ. ശബ്ദോഹം നഭസഃ പരഃ. ആകാശത്തിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദമാണ് ഞാൻ. അപ്പം നിങ്ങളൊക്കെ സംസാരിക്കും, ബാക്കിയുള്ളവർ കേൾക്കും. ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് നിങ്ങളും കേൾക്കും. അതിൽ ഈ ശബ്ദം എന്ന് പറയണത് എങ്ങനെ ഉണ്ടാവണു അറിയാമോ നിങ്ങൾക്ക്? എവിടെ എന്ത് ശബ്ദമുണ്ടെങ്കിലും നമുക്ക് കേൾക്കില്ല. കേൾക്കണമെങ്കിൽ ഈ ശ്രവണേന്ദ്രിയം വേണം. അതിൻ്റെ ഉള്ളിലൊരു തിൻ മെംബ്രെയിനുണ്ട്. ആ മെംബ്രെയിനാണ് ഇതിനെ ശബ്ദം എന്ന് പറയുന്നത് ആക്കി തീർക്കുന്നതും ഉണരുന്നതും. കാര്യം ശബ്ദത്തിൻ്റെ ഉറവിടം പുറമെയാണെന്ന് നിങ്ങൾ ധരിച്ചാലും നമ്മളെ ശബ്ദം കേൾപ്പിക്കുന്നത് നമ്മുടെ ചെവിയാണ്. നമുക്കത് ഉള്ള അനുഭവമായിട്ടേ വരുന്നുള്ളൂ, പുറത്തുനിന്ന് ഒന്നും വരുന്നില്ല. ആ ശബ്ദം ഞാനാണ്. നമ്മുടെ ജീവനാണല്ലോ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശരീരത്തിലല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളല്ലേ ഈ ലോകവസ്തുക്കളെ ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവുമാക്കി മാറ്റുന്നത്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള ജീവൻ, അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രീകരണം. ആ ജീവൻ ഈശ്വരാംശമാണ്. അപ്പം ആ ഈശ്വരൻ രചിക്കുന്നതാണ് ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളും അവയെ ഉണരാനുള്ള പഞ്ചേന്ദ്രിയങ്ങളും അതിന് കാരണഭൂതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളും ഒക്കെ ഈ ഈശ്വരൻ്റെ ആണ് എന്ന് മനസ്സിലാവുന്നു. ശബ്ദോഹം നഭസഃ പരഃ ബ്രഹ്മണ്യാനാം ബലിരഹം വീരാണാം അഹം അർജുനഃ ഭൂതാനാം സ്ഥിതിരുത്പത്തിഃ അഹം വൈ പ്രതിസംക്രമഃ. പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അതോ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു പോണോ? ഒന്നാമത് ഇത് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് അവിടെ പറഞ്ഞതൊന്നും വിടുന്നത് ശരിയല്ല, നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, ഞാൻ ചെയ്യുന്നതും ശരിയാവില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൃഷ്ണൻ പലതും പറഞ്ഞു അങ്ങോട്ട് വിട്ട് അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ പോയാൽ പറ്റില്ല. അപ്പം ഞാനത് വിവരിക്കുന്ന സമയത്ത് ആ വിവരണം ഒരു പ്രസക്തമായിരിക്കണം. പ്രേക്ഷകർക്ക് അത് കേൾക്കണം എന്ന് തോന്നണം. കേട്ടിട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടാവണം. എന്ത് പ്രയോജന? ഒന്നാമത് നിങ്ങളുടെ മനസ്സിൽ ഭക്തി ഇല്ലെങ്കിൽ ഭക്തി. ഭഗവാനോട് തോന്നുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമാണ് ഭക്തി. അത് അനുരാഗമോ ആദരവോ ഭയമോ എന്തോ ആവാം.
ആ ഭക്തി ഉണ്ടാവണം. ഭക്തി ഉള്ളവർക്കോ ഭഗവാനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ഒരു ഉത്സാഹവും നിർബന്ധവും തോന്നണം. ഞാൻ സംസാരിക്കുന്നതിൽ അതിനുള്ള വകയുണ്ടാവണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില തത്വവിചാരങ്ങളൊക്കെ പ്രവേശിക്കണം. ഓ, ഇങ്ങനെയാണോ. ചിലരൊക്കെ എഴുതുന്നുണ്ട്, സ്വാമിജി ഭാഗവതം ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്, സപ്താഹമൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗവതത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണ് പറയണവർ. അപ്പോൾ ഇതില്ലാതെ ഒരു ഭാഗവതം ഇത്ര കാലം ഉണ്ടായിരുന്ന ഭാഗവതത്തിൽ ഇതില്ലേ? ഇതെന്താ, എവിടെയാണ് പോയി ഒളിഞ്ഞത്? ബ്രഹ്മണ്യാനാം ബലിരഹം. ബ്രാഹ്മണ ഭക്തി ഉള്ളവർ, ക്ഷത്രിയന്മാർ അങ്ങനെയുള്ളവരാണ്. അതിൽ മഹാബലിയാണ് ഞാൻ. ശുക്രാചാര്യരും മറ്റും വളരെ സന്തോഷിച്ചു മഹാബലിയോട്. എന്നിട്ടാണ് വിശ്വജിത്ത് എന്ന് പറഞ്ഞ് യാഗം കഴിക്കാൻ നിർബന്ധിച്ചത്. ആ യാഗം കഴിച്ചിട്ടാണ് അതിൽ നിന്ന് പല യുദ്ധസാമഗ്രികളും അശ്വങ്ങളും എല്ലാം കിട്ടി ദേവേന്ദ്രനടുത്ത് പെരുമ്പറയടിച്ച് അങ്ങോട്ട് പോയി ദേവേന്ദ്രലോകം കീഴടക്കാൻ. ആ വരവങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ ദേവേന്ദ്രൻ പേടിച്ച് ബൃഹസ്പതിയുടെ അടുക്കലിക്കാൻ പോയി. അപ്പോൾ ബൃഹസ്പതി പറഞ്ഞു, മഹാബലി സ്വയം വളരെ തപോബലമുള്ളവനാണ്, ബ്രാഹ്മണരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹവും കൂടിയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പുറമേ നിന്ന് നേരിടാൻ പറ്റില്ല, സ്ഥലം വിട്ടൊഴിഞ്ഞു കളയുന്ന ബൃഹസ്പതിയുടെ ഉപദേശം. അങ്ങനെ ഉള്ളൊരു മഹാബലി. എന്തായാലും അമ്മമാർക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള വേദനയുണ്ടാവും. അപ്പോൾ എന്തായി, അതിഥിക്ക് വലിയ വിഷമം തോന്നി. എൻ്റെ മക്കളൊക്കെ സ്ഥാനഭ്രഷ്ടരായല്ലോ എന്ന് പറഞ്ഞു. ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. മറന്നില്ലെങ്കിലും പിന്നെയും പറയാമല്ലോ, അത് കേൾക്കേണ്ടതുമാണല്ലോ. എത്ര പറഞ്ഞാലും അതൊരു ജീവിതത്തിൽ നല്ലൊരു ഡൈവേർഷനാണ്. അപ്പോൾ അതിഥി വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ എന്താ വേണ്ടത്? എൻ്റെ മക്കൾ സ്ഥാനഭ്രഷ്ടരായതിൽ എനിക്ക് വലിയ സങ്കടമുണ്ടല്ലോ, ഞാൻ എന്താ വേണ്ടേ? ഒരു കാര്യം ചെയ്യൂ, മഹാവിഷ്ണുവിനെ ഭജിക്കൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തോന്നണു ഇല്ലയെന്ന്. നല്ലോണം ആലോചിച്ചോളൂ പറയുന്നത്. മഹാവിഷ്ണുവിനെ ഭജിക്കാൻ പറഞ്ഞു. എങ്ങനെ? പയോവ്രതം, ആ വ്രതത്തോടു കൂടി ഭജിക്കൂ. നിലത്ത് കിടന്ന് പാല് മാത്രം കഴിഞ്ഞുകൊണ്ട് ഒരു പുണ്യമാസത്തിൽ കുറേ ദിവസം മഹാവിഷ്ണുവിനെ ഭജനം ചെയ്യുന്നതാണ് ഈ പയോവ്രതം. അപ്പുറത്ത് മഹാബലി കഴിച്ചതോ വിശ്വജിത്ത് എന്ന് പറയുന്ന അതിബൃഹത്തായിരിക്കുന്ന യാഗം. ആ യാഗത്തിൽ നിന്നാണ് മഹാബലിക്ക് കിട്ടിയ അനുഗ്രഹം മുഴുവനും അജയ്യത്വം. അതും കൊണ്ടാണ് ദേവേന്ദ്രനടുത്ത് ചെന്നപ്പോൾ സർവ്വ ആൾക്കാരോടും യുദ്ധം ചെയ്യുന്ന ദേവേന്ദ്രൻ അങ്ങോരുടെ കയ്യിലുള്ള ഇടിയും വജ്രവും ഒക്കെ നിഷ്പ്രഭമായി പോയി, എവിടെയോ ഒളിഞ്ഞു കഴിഞ്ഞുകൂടാ. ആ മഹാബലി സ്ഥാനഭ്രഷ്ടരാക്കിയ ദേവന്മാരെക്കുറിച്ചാണ് അമ്മയ്ക്ക് നെഞ്ഞുവേദന. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പയോവ്രതം. എത്ര സിമ്പിൾ! ആരും അറിയാതെ തട്ടിട്ടൊരു മുറിയിൽ പാല് മാത്രം കഴിച്ച് നിലത്ത് കിടന്നുകൊണ്ട് ഹരേ മഹാപ്രഭോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവർ. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു, വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിഷമം മുഴുവൻ എനിക്ക് മനസ്സിലായി, അത് പരിഹരിച്ചു കിട്ടണം എന്നുള്ളതും ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് പരിഹരിക്കുക? മഹാബലി എന്ന് പറയുന്ന ആൾ ഉപായപ്പെട്ടവനല്ല, അത്യുത്തമനാണ്. ആ അത്യുത്തമനായിരിക്കുന്ന മഹാബലിയെ നേരിടാൻ ഒരു ശത്രുവായിട്ടൊന്നും നേരിടാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു വഴി ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ മകനായിട്ട് ജനിക്കാം. അപ്പം മകനായിട്ട് ജനിക്കണമെങ്കിൽ ഒരു ഗർഭാധാനം വേണമല്ലോ. ഈ വർത്തമാനം ഗോപ്യമായിട്ട് വയ്ക്കണം, ആരോടും പറയരുത്. ഞാനിങ്ങനെ വന്നു എന്നും മകനായിട്ട് ജനിക്കാൻ ഉദ്ദേശിക്കണമെന്നും ഒന്നും ഒരാളോടും മിണ്ടരുത്, ഒളിച്ചു വയ്ക്കണം. ഈ മഹാബലിയെ നേരിടുന്നത് അങ്ങനെ സാധാരണ നിലയ്ക്കൊരു യുദ്ധവും സന്നാഹവും അങ്ങനെയൊന്നുമല്ല. മഹാബലി എന്ന് പറയുന്ന ആളാരാ? ബ്രഹ്മണ്യാനാം ബലിരഹം. അത് പറഞ്ഞില്ല മഹാവിഷ്ണു. ഈ മഹാബലി ഞാനാണ്, എൻ്റെ ഭാവമാണ് അവിടെ. ഈ ലോകത്തിലുള്ളത് മുഴുവനും ഒരു ഒന്നാന്തരം നാടകമാണ്. അതിൽ കളിക്കുന്നവരെല്ലാവരും എന്ത് വേഷം കിട്ടിയാലും ഒരൊറ്റ ആളാണത്, ഒരേ ഈശ്വരനാണ്. ഭർത്താവിനോട് ഈ കാര്യം പറഞ്ഞോളൂ, ഗർഭാധാനത്തിനുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഭർത്താവിനോട് ചെന്നപ്പോൾ അദ്ദേഹം ഒരു മഹാജ്ഞാനിയാണ് മനസ്സിലായി. ഗർഭം ധരിച്ചു, വേഗം പ്രസവിച്ചു മഹാവിഷ്ണു. പെട്ടെന്ന് ബ്രഹ്മചാരിയായി, ഓരോരുത്തരോരോന്ന് സമ്മാനിച്ചു. എന്നിട്ടൊരു ഓലക്കൊടയും ജലപാത്രവും എല്ലാമായിട്ട് നടന്ന് മഹാബലി യാഗം കഴിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ആ ബലി എങ്ങനെയാണ് സ്വീകരിച്ചത്?
എത്ര ഭക്തിയോടുകൂടിയാ സ്വീകരിച്ചത്. എൻ്റെ യാഗം തന്നെ പവിത്രമായി, അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ 3 അടി മണ്ണ് മഹാബലിക്ക് വല്ലാതെയായി. ഒരു ദാനപ്രഭുവായിരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് 3 അടി മണ്ണ് മാത്രോ? ഛേ, അങ്ങയ്ക്ക് ഒന്നും അറിയില്ല. എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, 300 300 ദ്വീപ് ചോദിച്ചോളൂ, തരാമെന്നായി. അയ്യേ, എത്ര കൂടുതൽ കിട്ടിയാലും പിന്നെയും വേണമെന്ന് തോന്നും. ആശയ്ക്ക് അതിരില്ല. അതുകൊണ്ട് എനിക്ക് 3 അടി മണ്ണേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നടന്ന വർത്തമാനം നിങ്ങൾക്കറിയാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മഹാബലി അദ്ദേഹത്തെ നേരിടുന്നത് സാധാരണ നിലയ്ക്കാവരുത്. ആ ബലിയുടെ ഉള്ളിലുള്ള ചെറിയ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിനെ മാറ്റി അങ്ങോരെ സുതലത്തിലേക്ക് അയച്ച് മഹാവിഷ്ണു ഇന്നും സുദർശനവുമായി കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം മഹാബലിയെ സമ്മാനിക്കുക ചെയ്തത്. ഇന്ദ്രനെ പറ്റി പറഞ്ഞു, ഇന്ദ്രോഹം, ഇന്ദ്രനാണ് ഞാൻ. ആ ഇന്ദ്രൻ്റെ കുസൃതികളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ നോക്കൂ, ബ്രഹ്മണ്യാനാം ബലിരഹം വീരാണാം അഹമർജുന. വീരന്മാരിൽ വെച്ച് അർജുനനാണ് ഞാൻ. ഭൃഗുമഹർഷിയെ പറ്റി പറഞ്ഞു, നാരദനെ പറ്റി പറഞ്ഞു, ബലിയെപ്പറ്റി പറഞ്ഞു. ഇനി അർജുനനും ഞാനാണ്. ഭൂതാനാം സ്ഥിതിരുത്പത്തി. ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തിനാ പറയണത്? ഭൂതാനാം, ജീവജാലങ്ങളും പഞ്ചഭൂതങ്ങളും അടക്കം എന്തെല്ലാം ഉണ്ടോ ഇവിടെ, സ്ഥിതി ഉത്പത്തി അഹം വൈ പ്രതിസംക്രമ. ആ ഭൂതങ്ങളുടെ എല്ലാവരുടെയും സ്ഥിതിയാണ് ഞാൻ, ഉത്പത്തിയാണ് ഞാൻ. ഉത്പത്തിയാവുന്നത് എന്നിൽ നിന്നാണ്, സ്ഥിതി നടക്കുന്നത് ഞാൻ മൂലമാണ്. എല്ലാറ്റിലുമുള്ള പ്രതിസംക്രമ. ഈ ഉണ്ടായതുമാതിരി നിലനിൽക്കുന്നതുമാതിരി അതിന് നാശവും വരണം. ആദ്യം എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗതിയാണ്. അതിന് വിപരീത ഗതിയാണ് പ്രതിസംക്രമം എന്ന് പറയുന്നത്. അതും ഞാനാണ്. അപ്പോൾ എന്തായി? ഭക്തൻ്റെ മനസ്സ് ഈ ചില്ലറ കാര്യങ്ങളിൽ നിന്നൊക്കെ പോയി. പർവ്വതത്തെ പൂജിക്കുക, മരത്തിനെ പൂജിക്കുക, ബിംബത്തിനെ പൂജിക്കുക, അതൊക്കെ വിട്ട് പഞ്ചഭൂതങ്ങളിലുള്ള ഗുണമാണ് ഞാൻ. എവിടെ ശബ്ദമുണ്ടോ, എവിടെ പ്രകാശമുണ്ടോ, എവിടെ ഗന്ധമുണ്ടോ, എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഞാനാണെന്ന് പറയുമ്പോൾ നാം വെള്ളം കുടിച്ച് രസിക്കാറില്ലേ? രസം അനുഭവിക്കാറില്ലേ? വാസന അനുഭവിക്കാറില്ലേ? കാണാറില്ലേ? കേൾക്കാറില്ലേ? തൊടാറില്ലേ? ഇതിലെല്ലാറ്റിലും ഈശ്വരനാണ്. ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. ഭൂതാനാം സ്ഥിതിരുത്പത്തി അഹം വൈ പ്രതിസംക്രമ. പോരാ. വാസ്തവത്തിൽ നിങ്ങളൊക്കെ ഈ ഭാഗവതം കേൾക്കുന്നവരും വായിക്കുന്നവരുമാണോ കൂട്ടരെ? നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൊണ്ട് നടക്കുമ്പോൾ ആ നടത്തത്തിൽ ഈശ്വരനുണ്ട് എന്നുള്ള തോന്നൽ ഇന്നേ വരെ വന്നിട്ടുണ്ടോ? ഉള്ളു തുറന്ന് പറയും. കേൾക്കൂ ഇവിടെ എന്താ പറയണതെന്ന്. ഗതി ഉക്തി ഉത്സർഗോ അപാദാനം ആനന്ദസ്പർശലക്ഷണം ആസ്വാദശ്രുത്യവഘ്രാണം അഹം സർവേന്ദ്രിയേന്ദ്രിയം. എന്തു വന്നു? ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവനവനിലേക്കാണ് ഇപ്പോഴത്തെ നോട്ടം. തിരിഞ്ഞു കഴിഞ്ഞു. ഗതി ഉക്തി ഉത്സർഗം ഉപാദാനം. ഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടക്കൽ. ഉക്തി എന്ന് പറഞ്ഞാലോ പറയൽ. ഉത്സർഗം എന്ന് പറഞ്ഞാലോ മലമൂത്ര വിസർജനം, തുപ്പുന്നതടക്കം. പിന്നെയോ ഉപാദാനം, കൈയെടുത്തിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പം എന്തായി? നടക്കാൻ കാല്, പറയാൻ നാവ്, വായ. മലമൂത്ര വിസർജനത്തിന് അതിൻ്റേതായ ഓർഗൻസ്, അവയവങ്ങൾ. കൈകൊണ്ട് നമ്മൾ പിടിക്കണം. ആനന്ദം സ്പർശലക്ഷണം. ആനന്ദം എന്ന് പറഞ്ഞാൽ ഉപസ്ഥേന്ദ്രിയത്തിൽ നിന്ന്, ജനനേന്ദ്രിയത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം. സ്പർശം എന്ന് പറഞ്ഞാൽ ത്വക്ക് നൽകുന്നത്. ആസ്വാദനം, ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുക, കേൾക്കുക. ഈ രുചിയൊക്കെ ആനന്ദമാണ്. ആസ്വാദനം. ശ്രുതി കേൾക്കൽ, അവഘ്രാണം മണക്കൽ. നിങ്ങളിവിടെ അടുത്തില്ലല്ലോപ്പാ. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോയെന്ന് ഞാൻ എങ്ങനെയാ അറിയുക? നിങ്ങൾ തേടുന്ന ഈശ്വരൻ ഇതൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്.
നിങ്ങൾ ആരെ തേടുന്നുവോ, ആരെ ആരാധിക്കുന്നുവോ, ആ ഈശ്വരൻ എവിടെയൊക്കെ പ്രകടമാവുന്നു എന്ന് ചോദിച്ചാൽ നടക്കുന്നതിൽ, ഇരിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, വാസനിക്കുന്നതിൽ, കാണുന്നതിൽ, കേൾക്കുന്നതിൽ, ജനനേന്ദ്രിയ സുഖം അനുഭവിക്കുന്നതിൽ, ഭക്ഷണം കഴിക്കുന്നതിൽ, എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ പ്രകടനമാണെന്ന്. അപ്പം നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അര സെക്കൻഡ് പോലും അകന്നിരിക്കുന്നുണ്ടോ? ഉണ്ടോ? മറുപടി പറയും. ഒന്നിലോ നിങ്ങൾ ഭാഗവതം കേട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ വയ്ക്കുന്നില്ല, മാത്രമല്ല ഓർമ്മ വയ്ക്കാനുള്ള പരിശ്രമവും ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ഈശ്വരനെ തേടി നടക്കുന്നത്. ആ ഈശ്വരനില്ലാത്ത പ്രവൃത്തി ഒന്നുമില്ല, സ്ഥലമില്ല, സങ്കേതമില്ല, അനുഭവമില്ല. സർവാനുഭവങ്ങളിലുമുണ്ട് അദ്ദേഹം. ആസ്വാദശ്രുത്യവഘ്രാണം അഹം സർവേന്ദ്രിയേന്ദ്രിയം. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയമാണ് ഞാൻ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മാതൃഗർഭത്തിൽ ആ ശിശു വളർന്ന് അതിൻ്റെ ശരീരത്തിലെ അംഗോപാംഗങ്ങൾ വളർന്നു വരുമ്പോൾ അതിലെ അമ്മയോ അച്ഛനോ ഒരു പണത്തൂക്കം പങ്കെടുക്കുന്നില്ല. ഇല്ല, ഇല്ല. അമ്മ ഭക്ഷണം കഴിക്കുന്നത് വയറ്റിലേക്കാണ്, ഗർഭസ്ഥ ശിശുവിനല്ല. ആ ഗർഭസ്ഥ ശിശു അവിടെ സ്വയം വളരുകയാണ്. ആ വളരുമ്പോൾ അതിന് മസ്തിഷ്കം, കണ്ണ്, ചെവി ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ആ ഉള്ളിലുള്ള ജീവശക്തിയാണ് ഉണ്ടാക്കുന്നത്. ആ ജീവൻ രൂപപ്പെടുത്തിയിട്ടുള്ളതായ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ നമുക്കുള്ളൂ, തലച്ചോറ്. അത് മുഴുവനും ചെയ്യുന്നത് ഞാനാണെന്ന്. ഒരു കുട്ടി ജനിച്ചങ്ങോട്ട് വീണാൽ ദൈവം പറന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഉടനെ നോക്കും അതിൻ്റെ കാത്, മൂക്ക്, കണ്ണ്, മലമൂത്ര വിസർജന ദ്വാരങ്ങൾ ഒക്കെ ശരിക്കുണ്ടോ എന്ന് നോക്കും. നോക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ആരാ ഉണ്ടാക്കിയത്? നമ്മളൊന്നുമല്ല. അപ്പം ആ കുട്ടിയെ കാണുമ്പോൾ ഈശ്വരനെ കാണുന്ന പ്രതീതിയാണ് നമുക്ക് വേണ്ടത്. ഗത്യുക്തുത്സർഗോപാദാനം ആനന്ദസ്പർശലക്ഷണം ആസ്വാദശ്രുത്യ അവഘ്രാണം അഹം സർവേന്ദ്രിയേന്ദ്രിയം. പോയി അദ്ദേഹം ഒന്നും കൂടി വികസിപ്പിക്കുകയാണ്. എന്താ പറയണത്? പൃഥിവീ വായുരാകാശ ആപോ ജ്യോതിരഹം മഹാൻ വികാര പുരുഷോ വ്യക്തം രജസത്വം തമഃപരം. ആ ഭാഗവതത്തിൻ്റെ ആ വൈഭവം കണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് ആ ഭക്ത മനസ്സിനെ ഇടുക്കം തീർത്ത് വികസിപ്പിച്ച് ഉത്തുംഗമാക്കി സ്ഥൂലത വിട്ട് സൂക്ഷ്മതയിലേക്ക് വളർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ സർവവ്യാപകമായിരിക്കുന്ന ഒരു മാനം, ഒരു പരിമാണം അതിൽ രചിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. പൃഥിവീ ഭൂമി, വായുഹു വായു, ആകാശം, ആപഹ വെള്ളം, ജ്യോതിഹി പ്രകാശം, പ്രകാശഗോളങ്ങൾ, അഹം മഹാൻ. പഞ്ചഭൂതങ്ങൾക്കുള്ള റെഫറൻസാണിത് മുഴുവനും. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. ഇത് മുഴുവൻ ഉണ്ടാവുന്നതിന് മുൻപോ മഹാൻ വികാര പുരുഷോ വ്യക്തം. മഹത്ത്, മഹാൻ എന്നൊരു സങ്കല്പമുണ്ട്. അവ്യക്തം, അവ്യാകൃതം എന്നൊരു സങ്കല്പമുണ്ട്. ആ അൺമാനിഫെസ്റ്റ് ഫോം എന്ന് പറയും. പഞ്ചഭൂതങ്ങളായാൽ അവിടെ വ്യക്തത വന്നു. ഖരമായ ഭൂമിയായി, ജലമായ വെള്ളമായി ഒക്കെ ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടതാ, തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ അവ്യക്തമായി കിടക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നിന്നാണ് എല്ലാം പുറപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് വികാര പുരുഷ, അവ്യക്തം, രജ, സത്വം, തമഹ, പരം. അവ്യക്തം എങ്ങനെയാ? രജസ്, സത്വം, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ്. ആ 3 ഗുണങ്ങൾ സമമായി കിടക്കുമ്പോൾ സൃഷ്ടിയൊന്നുമില്ല, അവിടെ പ്രകടനമൊന്നുമില്ല, തിരിച്ചറിയാവുന്നതൊന്നുമില്ല. അങ്ങനെ അവ്യാകൃതമോ അവ്യക്തമോ മഹത്വമോ ആയി കിടക്കുന്ന ഒരു നില, അതിലൊരു ചലനം വരികയാണ്. ആ സത്വരജസ്തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം അങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് മറ്റൊന്നിൽ പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിന് ഒരു പ്രതിപ്രകരണം ഉണ്ടാവുന്നു. അങ്ങനെ വളർന്ന് 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 വരികയാണ്. 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധം, 6ാമത് മഹത്തത്വം, പിന്നെ അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ, പ്രകൃതിയും അവ്യക്തവും ചേർന്ന് എല്ലാം കൂടി 25 എണ്ണായി. പൃഥിവീ വായുരാകാശ ആപോ ജ്യോതിരഹം മഹാൻ വികാര പുരുഷോ വ്യക്തം രജസത്വം തമഃപരം.
അഹമേതത് പ്രസംഖ്യാനം ജ്ഞാനം തത്വവിനിശ്ചയ. അഹമേതത് പ്രസംഖ്യാനം. നിങ്ങൾക്ക് ഭാവനയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നണത്? എനിക്കിപ്പോൾ ഇതൊക്കെ വായിച്ചോളണമെന്നില്ല. പക്ഷെ ഇപ്പം നിങ്ങളോട് പറയാൻ വേണ്ടി ഞാനൊന്ന് വായിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നോക്കണമെന്ന്. പക്ഷേ ഇത് വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭാവന ഉണ്ടാവുന്നുണ്ട് മനസ്സിൽ. അഹമേതത് പ്രസംഖ്യാനം. ഇങ്ങനെയൊക്കെ എണ്ണിപ്പറക്കി ആലോചിച്ച് കണക്കാക്കി ഭൂമിയിലിരുന്നു കൊണ്ട് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ആലോചിക്കാതെ ഈ ഭൂമണ്ഡലം തന്നെ എവിടുന്നാണ് വന്നത്? സൂര്യനിൽ നിന്നാണെങ്കിൽ സൂര്യൻ എവിടുന്ന് വന്നു? ഈ പഞ്ചഭൂതങ്ങൾ തന്നെ എവിടുന്ന് ഉത്പത്തിയായി? ആ പഞ്ചഭൂതങ്ങൾ വരുന്നതിന് മുൻപ് എന്തായിരുന്നു സ്ഥിതി? ആ സ്ഥിതിയിൽ എന്തായിരുന്നു ഘടകം? നോക്കൂ, ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് അനവധി ജീവജാലങ്ങളും പല ചെടികളും പല വിത്തുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ വന്നതൊക്കെ ബീജാവസ്ഥയിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അതാണ് കാര്യകാരണ ചിന്തയുടെ വിശേഷത. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ഭൂമിയിൽ അതിൽ പൊട്ടിമുളച്ചിട്ടുള്ള എല്ലാ സസ്യലതാദികളുടെയും വിത്തും ബീജവും ഉണ്ടെങ്കിൽ, അതുപോലെ ഈ പഞ്ചഭൂതങ്ങളൊക്കെ പൊട്ടി വിരിഞ്ഞിട്ടുള്ളതായ ആ മൂലപ്പൊരുളുണ്ടല്ലോ, അതിലിത് മുഴുവൻ ഉണ്ടാവണ്ടേ? ആ ഉള്ളതിലേക്കാണ് മനുഷ്യൻ്റെ ഭാവനയും ആലോചനയും ചെല്ലുന്നത്. അങ്ങനെ ചെന്നിട്ടാണ് ഒരു കോസ്മിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു മഹത്തിനെ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള എവല്യൂഷനായത് മുഴുവനും. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരണത്. നിങ്ങൾ പറയുന്ന ഭക്തിശാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശേഷപ്പെട്ട ഘടകങ്ങളും ജ്ഞാനവുമാണിത്. അഹമേതത് പ്രസംഖ്യാനം. ഇങ്ങനെ അധ്യാത്മമായി ചിന്തിച്ച് മഹത്ത് വരെയും അവ്യാകൃതം വരെയും പുരുഷൻ വരെയും പ്രകൃതി വരെയും സൃഷ്ടിയുടെ തന്നെ മുന്നുള്ള സ്ഥിതിയിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന ഈ കണക്കാക്കലുണ്ടല്ലോ, അതും ഞാനാണ്.